ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഇരുട്ടാണ് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? സൺഡേ വൈകുന്നേരത്തെ വീഡിയോ ആണ് ഈ കാണുന്നത്. എന്ന് വെച്ചാൽ കുറേ നേരം കാത്തിട്ടും കറണ്ട് വരുന്നുണ്ടായില്ല. പിന്നെ ഇപ്പോൾ 8:15 ആയി. ശ്രീകുട്ടനെ കൊണ്ടുവരാൻ പോയി. ശ്രീകുട്ടനൊക്കെ വരുമ്പോഴേക്കും എനിക്ക് ഈ പരിപാടികൾ കഴിക്കണ്ടേ. പകൽ തലേദിവസത്തെ വീഡിയോൻ്റെ തുടർച്ച തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ വൈകുന്നേരമായപ്പോൾ ആ ചിക്കനൊക്കെ എടുത്ത് റെഡിയാക്കണം തിരക്കിലാണ്. അപ്പോൾ എനിക്ക് ഇത്തിരി കൊള്ളി പുഴുങ്ങിയതും കൂടെ അതിൻ്റെ കൂടെ കഴിക്കാനൊരാഗ്രഹം കൂടെ തോന്നി. പിന്നെ ഗ്യാസ് കഴിയാറായോ എന്നൊരു ഡൗട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ പേടിയില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുക്കർ ചിക്കൻ കറി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ രാവിലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്തിരി വിനാഗിരിയൊക്കെ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ. പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് വറുത്ത് അങ്ങനെ എന്താ പറയുക കടിച്ചാൽ പൊട്ടാത്ത ഒരു സംഭവമില്ലേ, അതേപോലെയാണ് ഇഷ്ടം. എനിക്കിത്തിരി സോഫ്റ്റൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അത് വേഗം അതിലേക്കുള്ള സംഭവങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി സവോള തക്കാളി അങ്ങനെ എല്ലാതും. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ വഴറ്റാണ്ട് വെക്കുകയാണെങ്കിൽ എപ്പോഴും സവോള കുറവ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ആകെ ഇങ്ങനെ ഉടഞ്ഞ് വല്ലാണ്ട് വൃത്തികേടാവും, ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, ഒട്ടും മധുരമൊക്കെ ആവും. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ സംഭവങ്ങളും ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ചൂടാക്കി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും വേണമെങ്കിൽ ഇത്തിരി ജീരകത്തിൻ്റെ പൗഡറും ചിക്കൻ മസാലയൊക്കെ ചേർക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, കുരുമുളക് പൊടിയും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്തി അങ്ങോട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൂട്ടിത്തിരുമ്പാണ് കേട്ടോ. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക എന്താ പറഞ്ഞതെന്നറിയോ? രണ്ടാമത് ഒരു കാച്ചണ പരിപാടിയൊന്നും ഇന്ന് ഇല്ല. അവസാനത്തിൽ മല്ലിയിൽ തൂക്കി എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ കറിയിലേക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ. ഇനിയിപ്പോൾ ഹെൽത്ത് നോക്കണവർ അങ്ങനെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടൊക്കെ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒരു ടീസ്പൂണോ ഒക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് റെഡിയാക്കി വയ്ക്കുക കേട്ടോ. ഞാൻ ഇത്തിരി അധികം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് കയ്യോട് ഒന്ന് ഞെരടി കൂട്ടി തിരുമ്മി മാരിനേറ്റ് ചെയ്ത് വെച്ച കാരണം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ എമർജൻസി ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. എന്താ വെച്ചാൽ അന്ന് അതിന് തന്നില്ലേ, ദുബായ്ക്കാരി വന്നു എന്ന് പറഞ്ഞ് കേട്ടൊരു വീഡിയോ ഇട്ടത്, അതിൽ ഒരു എമർജൻസി ഉണ്ടായിരുന്നു. ഏറ്റവും ഉപയോഗം ഉണ്ടായിരുന്നത് അതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചിക്കൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒരടിയോ രണ്ടടിയോ വെച്ചിട്ട് അപ്പം തന്നെ തുറന്നാൽ മതി, റെഡിയാവും കേട്ടോ. 3 അടിയൊന്നും അടിക്കേണ്ടി വരികയില്ല. പിന്നെ കൊള്ളിയൊക്കെ റെഡിയാക്കി അതും ഞാൻ കുക്കറിലാക്കി ഇങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഇഡ്ഡലിയോ ദോശയോ കുറച്ചധികം തന്നെ 5 നാഴികേരി അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ദോശമാവ് വാട്ടി വയ്ക്കാനാണ് ഈ ഒരാഴ്ചയ്ക്ക് അങ്ങോട്ട് ഇരുന്നോട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിൽ. ഒരാഴ്ച ഒന്നും എത്തില്ല, എന്നാലും ഒരു 4 ദിവസത്തേക്കൊക്കെ എത്തും കേട്ടോ. ശ്രീകുട്ടന് രാവിലെ ട്യൂഷൻ എടുക്കാൻ പോകേണ്ടതെന്ന് ഞാൻ പറയാറില്ലേ. അപ്പോൾ 6:30 ആകുമ്പോൾ നമ്മുടെ ചക്രം ഉരുളണം. ഞങ്ങളുടെ മുതലാളിയുടെ ഭാഷയാണ് കേട്ടോ ഈ ചക്രം ഉരുളണം എന്നുള്ളത്. അപ്പോൾ 6:30 ഇവിടെ നിന്ന് ഇറങ്ങണം. നമുക്ക് 6:45 അങ്ങോട്ടാന്ന് തോന്നുന്നു ട്യൂഷന് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അവർക്ക് എല്ലാതും ആവണ്ടേ. അപ്പോൾ അവൻ രാവിലെ ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ല. ദോശ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഒരു 3-4 എണ്ണമൊക്കെ കഴിക്കുന്നത് കണ്ടു. അപ്പോൾ പിന്നെ ഞാൻ ദോശയാക്കി. പിന്നെ വെള്ളയപ്പം വലിയ നോട്ടല്ലി ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ചിക്കൻ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചും കണ്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് മല്ലിയിൽ തൂക്കി ഓഫ് ചെയ്തു. കൊള്ളി പുഴുങ്ങി അതും മാറ്റി വെച്ചു. പിന്നെ ഞങ്ങളത് കഴിച്ച് കിടന്നുറങ്ങിയൊക്കെ ചെയ്തു കേട്ടോ. അതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല. രാവിലെ മുഴുവൻ വീഡിയോ എടുക്കലും പണികളൊക്കെ ഇല്ലായിരുന്നു കേട്ടോ, ഡ്രസ്സ് തച്ച് കഴുകലൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ കാര്യമായിട്ടുള്ള വീഡിയോ വൈകുന്നേരം എടുത്തില്ല. പിന്നെ രാവിലത്തെ പരിപാടികളാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുക്കറിലാണ് ചോറ് വെക്കണത്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൊള്ളി ബാക്കിയുണ്ട്, ദോശ ഉണ്ടാക്കണം. പിന്നെ ഇത്തിരി ചോറ് വെച്ചാൽ മതി. അത് കാരണം കുക്കറിലാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനിടയ്ക്ക് ചായ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഊറ്റി വേഗം എടുക്കാണ് കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു ഉഷാറല്ലേ. രാവിലെ ഒരു പാൽ ചായ 1 ഗ്ലാസ്സൊന്നും കുടിക്കില്ല, ഒരു 1/2 ഗ്ലാസ് അത്രയും വേണ്ട. എനിക്ക് ഓവറായ ഇഷ്ടമില്ല പാൽ ചായ, അങ്ങനെ ഏത് ചായ ആയാലും കേട്ടോ. പിന്നെ കട്ടൻ ചായ നമുക്ക് അധികം കടുപ്പില്ലാത്തൊക്കെ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി കൂടുതലൊക്കെ കുടിക്കും. പക്ഷേ പാൽ ചായ നല്ല കടുപ്പുള്ളത് വേണേനും, അധികം മധുരമില്ലാത്ത പക്ഷേ അധികം വേണ്ടേനും കേട്ടോ. അപ്പോൾ അത് പകർത്തി കാട്ട് അവിടെ വെച്ചു. എന്നുവെച്ചാൽ ആയത് അതിന് അവിടെ പാത്രത്തിൽ വെച്ച് വെച്ചിരുന്ന പാടൊക്കെ കിട്ടില്ലേ. അപ്പോഴേക്കും കുക്കർ അടുപ്പത്ത് വെച്ചു. പിന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് തലേദിവസത്തെ ചിക്കൻ കറി അത്യാവശ്യം ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു അതിൽ 2 കായ് ഇട്ടിട്ട് വെച്ചാണ്, അല്ലെങ്കിൽ പിന്നെ തികയില്ല. ഉച്ചയ്ക്ക് കൊണ്ടുപോകണം, രാവിലെ വേണം, അങ്ങനെയൊക്കെ വേണ്ടേ. അങ്ങനെ വിചാരിച്ചിട്ട് ഇത്തിരി കൂടുതൽ ചിക്കൻ വെച്ചു. ചിക്കനല്ല കേട്ടോ, ചിക്കൻ അധികം ഇല്ല, കായും കൂടി ഇട്ടിട്ട്. ഇത്തിരി കായ് ഇടുമ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നന്നായിട്ട് കുരുമുളക് പൊടി അങ്ങോട്ട് ഇടണം. അല്ലെങ്കിൽ ഒരു മധുരിപ്പോൾ അത്ര ടേസ്റ്റ് അങ്ങോട്ട് ഉണ്ടാവില്ല കേട്ടോ, ഒരു ഉഷാറില്ലാത്ത കറിയായി മാറും.
അപ്പോൾ അത്യാവശ്യം ഉപ്പും എല്ലാ മസാലകളും നന്നായിട്ട് ആ കായലിക്കുള്ളതും കൂടി ചേർന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുക്കർ ഞാൻ ഇത്തിരി വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് അരിയിട്ടിട്ട് വേഗം വെച്ചു. അപ്പോൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ 6:30 ആകുമ്പോഴേക്കൊക്കെയാണ് ശ്രീകുട്ടന് പോകേണ്ടത്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ ആവണം. അങ്ങനെ വെള്ളം ചൂടാക്കലൊക്കെ കഴിഞ്ഞ് കെറ്റിൽ മാറ്റി ഊരി വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി ദോശ പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ച് ചായ എടുത്ത് കുടിക്കാനായിട്ട് എന്താണ് കേട്ടോ, നേരെയുള്ള ദിവസമൊക്കെ ഇങ്ങനെ ഇരുന്ന് സമാധാനത്തിൽ ചായ കുടിക്കും. അല്ലെങ്കിൽ ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ചായ അവിടെ പകർത്തി വെച്ചിട്ട് ഇടയ്ക്കോരൊക്കെ ഉള്ളു കുടിക്കുക, അങ്ങനെയാണ്. അപ്പോൾ ചായ കുടിച്ചൊരു ഫീലൊന്നും കിട്ടില്ല. പിന്നെ നമുക്ക് നിവൃത്തിയിൽ നമ്മളെ വീട്ടമ്മമാരല്ലേ, നമുക്ക് എപ്പോഴും പ്രാധാന്യം നമ്മുടെ ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും മറ്റുള്ളവരുടെ കാര്യമല്ലേ നമ്മുടെ പ്രാധാന്യം. ഇപ്പൊക്കെ മാറി തുടങ്ങിയില്ലേ എല്ലാ അമ്മമാരും. ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്നെ കൊണ്ടാവണില്ല കേട്ടോ. പറ്റിയായിരിക്കും, കുറേ നാൾ ശ്രമിക്കുമ്പോഴല്ലേ ഒരു കാര്യം ചിലപ്പോൾ നടക്കുക, ചിലപ്പോൾ നമ്മൾ ശ്രമിക്കാണ്ട് തന്നെ നടക്കും. അങ്ങനെ ഓരോരോ സംഭവങ്ങൾ അല്ലേ. അപ്പോൾ അത് ദോശ ഉണ്ടാക്കാനായിട്ട് ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് കുറുമക്കറി ഉണ്ടാക്കണം. കുറുമക്കറി എന്ന് വിചാരിച്ചാലേ കൊള്ളി, അതായത് കപ്പ കൊണ്ടുള്ളതാണ്. തലേദിവസത്തെ കപ്പ ബാക്കിയുണ്ട്. അപ്പോൾ ദോശത്തട്ട് അടുപ്പത്ത് വയ്ക്കാൻ നോക്കിയപ്പോൾ ഒരു സ്ക്രൂ ഊരി താഴ്ത്തി എടുക്കണം. എൻ്റെ തലയിലല്ല കേട്ടാ, നമ്മുടെ ചപ്പാത്തി അല്ല ദോശ തട്ടിൻ്റെ സ്ക്രൂ ആണ്. അപ്പോൾ അങ്ങനെ ആ സ്ക്രൂ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ആ സ്ക്രൂ കാണാണ്ടാവും. എപ്പോഴും സ്ക്രൂ ഡ്രൈവർ ചേട്ടൻ തരും എനിക്ക്, ഇത് സ്വന്തമായിട്ട് എടുത്തോ കുക്കറിൻ്റെയൊക്കെ ലൂസാകുമ്പോൾ ആക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് 2 ദിവസം അടുക്കളയിൽ ഇരിക്കും അത്. പിന്നെ പിറ്റേ ദിവസം ചേട്ടൻ എടുത്തുകൊണ്ട് വയ്ക്കും. ചേട്ടൻ്റെ ടൂൾസ് സാധനങ്ങളൊന്നും ഇപ്പോൾ ഉപയോഗമൊന്നും ഇല്ലെങ്കിലും ആളതൊക്കെ സൂക്ഷിച്ച് വെക്കണം. ഭയങ്കര അതൊരു ഇതല്ലേ, കുറേ കാലം പണി ചെയ്ത ടൂൾസൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സ്ക്രൂ ഡ്രൈവറൊന്നും അടുക്കളയിൽ കൊണ്ടുവയ്ക്കാൻ എന്തോ ഒരു ഇഷ്ടക്കുറവ്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ എടുക്കില്ല. എനിക്കെപ്പോഴും ആയുധം കത്തിയായിരിക്കും. അപ്പോൾ അത് റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ ദോശമാവ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ചല്ല കുറച്ചധികം. ഇത് ശരിക്കും ഇഡ്ഡലി ഉണ്ടാക്കണ പരുവത്തിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഇഡ്ഡലിയാണ് കൂടുതലിഷ്ടം. നല്ല വെള്ള ചട്നിയും ഇഡ്ഡലിയാണ് കൂടുതലിഷ്ടം കേട്ടോ, അതോ സാമ്പാറിനേക്കാളും. സാമ്പാർ എനിക്ക് എപ്പോഴും ചോറും സാമ്പാറും നിറയെ സാമ്പാർ ഒഴിച്ച് ചോറുണ്ണാനാണ് ഇഷ്ടം. ഇഡ്ഡലിക്ക് ചട്നിയാണ് കേട്ടോ ഇഷ്ടം. പിള്ളേർക്ക് പക്ഷേ ദോശ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇത്തിരി വെള്ളം ഒഴിച്ച് അതിനിത്തിരി ലൂസാക്കിയെടുത്ത് നല്ല മൊരിഞ്ഞ ദോശയാണ് അവർക്ക് ഇഷ്ടം. എനിക്ക് 1-2 ദോശയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, കൂടി വന്നാൽ 3 കേട്ടോ. 4 കഴിച്ചാൽ ഭയങ്കര വയറ് നിറയണ പോലെയാണ്. പക്ഷേ ഇഡ്ഡലി 3-4 പോകും കേട്ടോ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ ദോശ ഉണ്ടാക്കി വയ്ക്കുകയാണ്. അവരൊക്കെ വരുമ്പോഴേക്കും അങ്ങോട്ട് ദോശ ഉണ്ടാക്കി വയ്ക്കുക. അല്ലെങ്കിൽ പിന്നെ വന്നും കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കിട്ടാൻ വൈകില്ല. അതെനിക്ക് ഇത്തിരി വിഷമമാണ്. ഞാനിതാ എണ്ണയാണ് ഒഴിക്കുന്നത്. നല്ല എണ്ണയുണ്ടല്ലോ, ഇതേ നല്ലെണ്ണ എന്നൊക്കെ പറയണ പോലെ, സ്വർണ്ണം നല്ലെണ്ണ എന്നൊക്കെ പറയില്ലേ, അതന്നെ. അപ്പോൾ ദോശ ഉണ്ടാക്കി എണ്ണ ഒഴിച്ചു. നെയ്യാണ് കൂടുതൽ നല്ലത്, നെയ്യ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോഴായാലും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴായാലും അതിനിടയ്ക്ക് നമുക്ക് മറ്റുള്ള ജോലികളും കൂടി ചെയ്യാം. അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അതൊന്നും ഇതിൽ കാണിക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. ചേട്ടനും ആദ്യത്തിനും ശ്രീകുട്ടനും ഒക്കെ ദോശ ഉണ്ടാക്കാൻ നോക്കും, പക്ഷേ ഇങ്ങനെ പരക്കില്ല കേട്ടോ. അത് പഠിപ്പിക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ പറയില്ലേ, തലേദിവസത്തെ കൊള്ളി പുഴുങ്ങിയത് ബാലൻസ് ഉണ്ടെന്ന്, അത് കളയാൻ ഇനി ഉദ്ദേശിക്കണില്ല. എന്തായാലും ഇതിനെ കൊണ്ട് സ്റ്റു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്കുള്ള തക്കാളിയും സവോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനൊന്ന് ക്ലീൻ ചെയ്യണം. കുറേ പച്ചമുളകൊന്നും വേണ്ട, കുറേ സവോളയൊന്നും വേണ്ട. ഇത് വഴറ്റിയിട്ട് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. എൻ്റെ സമയത്തിൻ്റെ കുറവ് മൂലം ഞാനത് വഴറ്റൽ വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. അതവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കപ്പ എടുത്തിട്ട് വേവിച്ച് വെച്ചത് തന്നെയാണ്, ഒന്ന് നന്നായിട്ട് ചെറിയ പീസുകളായിട്ട് ഇടുകയാണ്. നന്നായിട്ട് ഉടയണ്ടേ, സ്റ്റു കറിക്ക് എപ്പോഴും നന്നായിട്ട് ഉടയണം. പിന്നെ നമ്മുടെ സവോളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി ചതച്ചതും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. കറിവേപ്പിലൊക്കെ ഇത്തിരി കടുക് പൊട്ടിച്ചിട്ടിടുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. കുഴയാൻ വേണ്ടിയിട്ടാണ്, വേവിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ നമ്മുടെ തക്കാളി സവോളൊക്കെ വേണ്ടേ, അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒരു തരി ഗരം മസാല കേട്ടോ, ഓവറല്ല. ജസ്റ്റ് കറിക്കൊക്കെ നമ്മളൊരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പം ഞാനങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് 2 വിസിലങ്ങ് അടിച്ച് ഓഫ് ചെയ്തിട്ടു. അപ്പോൾ പിന്നെ അത് നല്ലോണം വെന്ത് കിട്ടി. പിന്നെ നമ്മുടെ ചിക്കൻ കറിയിലേക്കുള്ള കായ എടുക്കുകയാണ് കേട്ടോ. വാഴത്തോട്ടത്തിൽ കോഴി ഓടിയ പോലെയാവും. പണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കൊള്ളിയിട്ട് വെച്ച്. ഞാൻ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു വിശേഷം. അമ്മ കൊള്ളിയിട്ട് കണ്ട് ബീഫ് വെച്ച്. അപ്പോൾ കൊള്ളിയാണ് കൂടുതൽ, അതായത് കപ്പ കേട്ടോ. അപ്പോൾ അച്ഛൻ പറയും ഇതിപ്പോൾ കൊള്ളിത്തോട്ടത്തിൽ കൂടെ പോത്തോടി പോലെ ആയിട്ടുണ്ട് എന്ന്.
അതേപോലെ തന്നെ ഇന്ന് വാഴത്തോട്ടത്തിലൂടെ കോഴി ഓടിയ പോലെ ആവുമോ അതുപോലെ അങ്ങനെ വിചാരിച്ചു. പക്ഷേ എനിക്ക് ആ കായൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് അവിടെ ഇരുന്ന് പറക്കി കഴിക്കും കേട്ടോ. പിള്ളേർക്ക് ഇഷ്ടമില്ലാത്ത കാരണമാണ് ഉണ്ടാക്കാത്തത്. ഇന്നിപ്പോൾ ചിക്കൻ കുറവല്ലേ, ഞാൻ കൂടുതലും കായ കഴിച്ചു. ലാസ്റ്റ് വൈകുന്നേരം ആയപ്പോൾ ആ ചിക്കൻ അതിൽ തന്നെ ഇരുന്നു ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വരട്ടി പിള്ളേർക്ക് കൊടുത്തു കേട്ടോ. കാലത്ത് അത്ര അധികം അങ്ങനെ കഴിച്ചൊന്നുമില്ല. രാവിലെ പോകുമ്പോൾ ചിക്കനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഓടില്ലല്ലോ. ചേട്ടൻ എന്താ അവിടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ബ്രഷ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇന്ന് അങ്ങനെയുള്ള സമയമൊന്നും കിട്ടിയില്ല. ഞാൻ അതേ കൊള്ളി വെന്തിട്ടുണ്ട്, ദോശ ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് എണ്ണ കോരി ഒഴിക്കുകയാണ്. എണ്ണ കോരി ഒഴിക്കുന്നല്ല, ഒന്ന് തളിച്ചു കൊടുക്കണം. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കടുകിട്ട് പൊട്ടിക്കാനായിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാട്ട് ഇത്തിരി കടുകിട്ട് പൊട്ടിക്കുക വേണ്ടോ, വേറെ ഒന്നും വേണ്ട. കറിവേപ്പിലും കൂടി ഇത്തിരി വറ്റൽമുളക് ഉണ്ടെങ്കിൽ ചേർക്കണം, നല്ലതാണ്. എൻ്റെ കയ്യിൽ വറ്റൽമുളകൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഒരു ദിവസത്തിനൊക്കെ കഴിയുകയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പോൾ ചേട്ടൻ വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ട് തന്നെയാണ്, അല്ലാണ്ട് ഞാൻ വാങ്ങിക്കുന്ന പരിപാടി ഭയങ്കര കുറവാണ്. എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചിലവാകൊണ്ടിരിക്കാനാണ്. അത് വിചാരിച്ചിട്ട് പിശുക്കിയായിട്ടൊന്നുമല്ല കേട്ടോ, നമ്മുടെ കടം വീട്ടിയെടുക്കാനാണ്. പിശുക്കിയൊന്നുമല്ല, ഭക്ഷണ സാധനത്തിൽ ഒരിക്കലും പിശുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് ഒന്നും കൂടിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്ത് ഇത്തിരി ലൂസാക്കിയുള്ളൂ കേട്ടോ, ഓവറായിട്ട് ലൂസാക്കിയില്ല. ഇന്ന് ചോറാണെങ്കിൽ കുക്കറിൽ വെച്ചതുകൊണ്ടും അത് റേഷനറി ആയതുകൊണ്ടും ഇത്തിരി വേവ് കൂടിയിട്ട് അത് കാരണം എല്ലാവരും വീട്ടിൽ ചോറുണ്ട് രാവിലെ. പിന്നെ എല്ലാവരും ദോശ കൊണ്ടുപോവാണ് കേട്ടോ ഉണ്ടായത്. അത് കഴിഞ്ഞ് ശ്രീകുട്ടനും ചേട്ടനും പറഞ്ഞയച്ചു. ഞാൻ ആയതിനും കൂടി ഒരുമിച്ച് ഒരു ബസ്സിലാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്.